അസ്സലാമു അലൈക്കും എവരിവൺ. ഞാൻ പലപ്പോഴും പലരുടെ അടുത്തും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു ബിസിനസ് തുടങ്ങാനും ചെയ്യാനും ഒക്കെ, പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മേ ബി അവർക്ക് മണി ആയിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള കറക്റ്റായ ഒരു ഐഡിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു അറിവുണ്ടാവില്ല. ഇങ്ങനെ പല കാരണങ്ങളുമാണ് അവരെ സ്റ്റോപ്പ് ചെയ്യാറ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് നമുക്ക് ആഗ്രഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായൊരു സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ ഒരിക്കലും നമുക്കൊരു സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്ക് മണി വന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അറിവ് നേടി ഒരു നല്ല ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം അങ്ങനെ സാധനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ മണി എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ 1 കോടിയുടെയും 2 കോടിയുടെയും ബിസിനസ് മാത്രമല്ല ഇരിക്കുന്നത്. 1000 രൂപ കൊണ്ടും 2000 രൂപ കൊണ്ടും ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകളും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ കഴിവിരിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള ഐഡിയാസ് ആയിരിക്കും എന്നുള്ളത് ഫൈൻഡ് ചെയ്തിട്ട് അതനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ബിസിനസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ 1000 രൂപയും 2000 രൂപയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ദിസ് ഇസ് നോട്ട് ഫോർ യു ഗൈസ്. ബിക്കോസ് ഇതിനകത്ത് മണി ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫൈനാൻസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ സ്കില്ലാണ്. ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ് വുമനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായുള്ളൊരു കാര്യമാണ്. അത് ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഫൈൻഡ് ചെയ്യാനും അത് ചെയ്യാനും സാധിക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അറിവ്, ഐഡിയ എന്നൊക്കെ പറയുമ്പം, അറിവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആളുകളോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എത്ര നമ്മൾ അറിവ് നേടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും, എന്തൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് വേറെ തരം പ്രശ്നങ്ങളായിരിക്കും, വേറെ തരം അനുഭവങ്ങളായിരിക്കും, വേറെ തരം കാര്യങ്ങളായിരിക്കും. ആ ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്ത് ഓരോ ദിവസം വരുന്ന പ്രശ്നങ്ങളെ ഇങ്ങനെ മുറിച്ച് മാറ്റി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നല്ലൊരു ബിസിനസ് വുമൺ അല്ലെങ്കിൽ ബിസിനസ് മാൻ ആവാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ അങ്ങനെ പ്രശ്നങ്ങളായിട്ട് ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് നൗ. നിങ്ങൾ ഇനിയൊരു നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. കാരണം അങ്ങനെ ഒരു സമയം വരില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അതിനുള്ള വഴികൾ വരും. സോ ഡു ഇറ്റ് പ്ലീസ്. അല്ലാതെ വെയിറ്റ് ചെയ്ത് ഇരുന്ന് നമ്മൾ നല്ല സമയം കളയരുത്. കാരണം നമുക്കിതൊക്കെ നമ്മൾ നല്ലൊരു എനർജി ഉള്ള സമയത്ത്, നല്ല പോസിറ്റീവായിരിക്കുന്ന സമയത്ത്, നമ്മൾ ശാരീരികമായി അനുവദിക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.